ഓക്കെ, ഇനിയാണ് മൊമെന്റ് ഓഫ് വണ്ടർ. ഒരു പ്ലെയിൻ ഇങ്ങനെ പോകുന്നുണ്ട് ഗൈസ്, നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പറയുക. ഓ, വെന്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ലൈക്ക് പുതിയ ദിവസം കുറച്ച് ഗോൾസ് കാര്യങ്ങളുണ്ട് ഇന്നത്തെ ദിവസം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്ന ദിവസം ചെയ്യാൻ വേണ്ടിയിട്ടല്ല, കുറച്ച് വെയിറ്റ് കുറയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്. സോ രാവിലെ തന്നെ എണീറ്റിട്ട് വാക്കിന് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ അടുത്ത് തന്നെ ഒരു പാർക്ക് ഉണ്ട്, ബാംഗ്ലൂരാണ്. സോ നമുക്കിവിടെ എங்கே பார்த்தாலும் പാർക്കിടാൻ ആ മൂടാണ്. പക്ഷെ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് എൻ്റെ റൂമിന് തൊട്ടടുത്തായിട്ട് പാർക്കൊന്നുമില്ല. ഞാൻ കുറച്ച് നടക്കണം. രാവിലെ സമയം ഇപ്പം ഏകദേശം അല്ല, എത്ര മണിയായി? 5:45 സമയം. ഈ സമയത്ത് മിക്ക കടകളും കാര്യങ്ങളൊക്കെ അടച്ചു കിടക്കുക. ഞാൻ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകുന്നൊരു കടയാണ് കേട്ടോ, ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. വെജാണ്. ഉടുപ്പി റെസ്റ്റോറൻറ്റ്. ബാംഗ്ലൂരൊക്കെ വന്നവർക്കറിയാം, ഉടുപ്പി റെസ്റ്റോറൻറ്റ്സ് കുറേ ഉണ്ട്. ഇതൊരു ലിറ്ററൽ നൈറ്റൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഭയങ്കര അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നൊരു സ്ട്രീറ്റ്. അത് ഭയങ്കര അടിപൊളിയാണ്. കാരണം ഇവിടെ അടിപൊളിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രീറ്റ് ഫുഡ്സ് കാര്യങ്ങൾക്കൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഫുൾ മാർക്കറ്റി സാധനങ്ങളാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഇവിടെ നിങ്ങൾക്ക് കുറേ ചിക്കൻ സ്റ്റോൾസ് കാര്യങ്ങൾ കാണാം. പിന്നെ ഹെയർ കട്ട്, കുറച്ചും കൂടെ പോർഷ് സാധനങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിലേക്ക് പോയാൽ മതി. HSR സെക്ടർ 1 ആണത്. ഓക്കെ, നിങ്ങളെ ക്വസ്റ്റ്യൻ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വർക്കൗട്ട് ചെയ്യാനാണെങ്കിൽ എനിക്ക് ജിമ്മിൽ പോയടാ എന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നുണ്ടാവുക. ഇതൊരു നല്ല ഓപ്ഷനാണ്. പക്ഷേ ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജിമ്മിൽ പോകണം, ആയിട്ടില്ല. കുറച്ച് വെയിറ്റൊക്കെ അല്ലാണ്ട് തന്നെ കൺട്രോൾ ചെയ്ത്. എൻ്റെ മെയിൻ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ നിൽക്കുന്നത് ഒരു PGക്കകത്താണ്. സോ അവിടെ നിങ്ങൾക്കറിയാലോ, PG എന്ന് പറയുമ്പം ഫുഡ് കാര്യങ്ങളൊക്കെ ഭയങ്കര പ്രശ്നം. അതൊക്കെ ആദ്യം ഒന്ന് സെറ്റപ്പ് ചെയ്യണം. അപ്പോൾ അതിന് ഞാൻ 2-3 സാധനങ്ങൾ വാങ്ങിക്കാണ്ട്. ഇതിൽ കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഓൾറെഡി. എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെ പോകുന്നുള്ള കാര്യങ്ങൾ. ഇപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഞാൻ വിചാരിച്ചൊരു 1 month അല്ലെങ്കിൽ ഒരു 2 മാസം, കുറഞ്ഞത് 50 ദിവസമെങ്കിലും ഞാൻ വർക്കൗട്ട് ചെയ്യാൻ അല്ലാണ്ട് പോയിട്ട് എന്താണ് അപ്ഡേറ്റ്, എങ്ങനെയുണ്ട്, എത്രത്തോളം കൺസിസ്റ്റൻ്റ് ആണ് ഞാൻ, ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ജിമ്മിനെ പറ്റി ചിന്തിച്ചാൽ പോരെ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. സോ യെസ്, നമ്മൾ പറഞ്ഞതുപോലെ പാർക്കിൻ്റെ ഏകദേശം ആ സൈഡിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ പാർക്ക്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു സംഭവം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ബൈക്കിൽ വരാം. എനിക്ക് ബൈക്ക് ഉണ്ട് ഇവിടെ ബാംഗ്ലൂരിൽ. വേണമെങ്കിൽ അങ്ങനെ വരാം. പക്ഷേ ഐ പ്രിഫർ വാക്കിംഗ്. ഐ ഡോണ്ട് നോ. നമ്മൾ പാർക്കിലേക്കോട്ട് കയറുകയാണ് കേട്ടോ. സി, സോ ക്വയറ്റ്, സോ ശാന്തം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും, ഓ മൈ ഗാഡ്, വേറൊരു ഉദ്ദേശമല്ല, എനിക്കറിയാമല്ലോ. രാവിലെ പാർക്കിൽ വന്നാൽ കുറച്ച് പെൺകുട്ടികളുണ്ടാവും. നെവർ മൈൻഡ്. ഇവിടെ ചെറിയൊരു ഓപ്പൺ ജിം ഏരിയ ഒക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇത് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ആണ്. ചിൽഡ്രൻസ് പ്ലേ ഏരിയ ആണ്. ഇവിടെ ഇങ്ങനെ ചാടിങ്ങും കയറി ഇറങ്ങുന്നൊക്കെ സാധനങ്ങൾ കാണാം. ആൻഡ് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ടോയ്ലറ്റ് കാര്യങ്ങളുണ്ട്. ഇതൊരു ഓപ്പൺ ജിമ്മാണ് ഈ കാണുന്നത്. ഇവിടെ നമ്മളെ മാനേജറെ കോഴിക്കോടൊക്കെ ഉള്ള സാധനങ്ങളില്ല. ഇത് പല സിറ്റീസിലുണ്ട് ഈ സാധനം, ഐറ്റംസ് അവിടെ ഉള്ളത്. എന്താണെന്നുണ്ടെങ്കിൽ ചെറിയൊരു വർക്കൗട്ട്. സോ എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ഞാനിപ്പോൾ ഓൾമോസ്റ്റ് 80 കിലോ ഉണ്ട്. മേ ബി ഒരു 50 ഡേയ്സ് കഴിയുമ്പോൾ അതൊരു 10 കിലോ കുറയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു 5 കിലോ എങ്കിലും കുറയ്ക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 80 to 75. അതൊരു 70 ആവുകയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ 100 ഡേയ്സ് 10 കിലോ കുറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ്സ് എ ബിഗ് ടാർഗറ്റ്. അതിന് അത് അച്ചീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ
ജിം ഹിറ്റ് ചെയ്യണം എന്നുള്ള പ്ലാനിൽ തന്നെയാണ് നിൽക്കുന്നത്. എങ്ങനെ പോകും എന്നുള്ളത് അറിയില്ല. നമുക്ക് നോക്കാം. സോയാ ബേസിക്കായിട്ടുള്ള നമ്മളെ കൈ കറക്കുന്ന കാല് കറക്കുന്ന പരിപാടീസ് അല്ലേ, അതെന്താ പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. ആ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാനൊരു പാർക്ക് ചുറ്റും ഒരു റൗണ്ട് ഓടി. ഐ എം വെരി വെരി ബാഡ് ഇൻ കണ്ടീഷൻസ്. ഒരു റൗണ്ട് ഓടിയപ്പോഴേക്ക് ഞാൻ ഇല്ല, ചത്തു. ഞാനിപ്പോഴത്തെ അവസ്ഥ ലൈക്ക് കാലിൻ്റെ സൈഡിൽ നല്ല രീതിക്ക് പെയിൻ വന്നു തുടങ്ങിയിട്ടുണ്ട്. നോക്കുന്ന സ്റ്റാർട്ടേഴ്സ് എനിക്ക് തോന്നുന്നു കാലിൻ്റെ പരിപാടി ഇന്നതുകൊണ്ട് തീർന്നു. അതായത് ഇന്നത്തെ കാലിൻ്റെ മരുന്ന് തീർന്നു. അത് ബാക്കി ബോഡി പാർട്സ് കുറച്ച് പുഷപ്സും പുള്ളപ്സും പറ്റുകയാണെങ്കിൽ കുറച്ച് സിറ്റപ്സും ഒക്കെ ഒന്ന് എടുത്ത് നോക്കിയിട്ട് ലെറ്റ്സ് സീ വാട്ട് വി ക്യാൻ ഡു. ഈ കാണുന്ന മരം കണ്ടു, കോട്ടൺ ആണെന്ന് തോന്നുന്നുണ്ട്. താഴെ മുഴുവൻ എന്താ കോട്ടൻ്റെ ചെറിയ സാധനങ്ങൾ ഇവിടെ കാണാം. എന്താ പറയുക, നൈസ്, ഭയങ്കര സോഫ്റ്റാണ്. ലൈക്ക് കോട്ടനൊക്കെ നമ്മൾ ക്ലോത്ത് എങ്ങനെയാണോ ഓൾമോസ്റ്റ് അങ്ങനെ തന്നെ ഉണ്ട് സാധനം കാണാൻ വേണ്ടിയിട്ട്. നൈസ് കോട്ടൺ. സോ നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുട്ട പുഴുങ്ങണം. സോ സിമ്പിളാണ്. നമ്മൾ ഈ ഐറ്റം അങ്ങനെ എടുക്കുന്നു, ഇതിനകത്തേക്ക് ഒരു ഔൺസ് ഗ്ലാസ് അല്ല, ആക്ച്വലി എത്ര വെള്ളം ഉണ്ട് എന്ന് അളക്കുന്ന ഗ്ലാസ്, അതിനകത്ത് ഇങ്ങനെ മില്ലിമീറ്റേഴ്സ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. യു ക്യാൻ സീ ഇറ്റ്. സോ നമ്മൾ നോർമലി 5 മുട്ടയാണ് പുഴുങ്ങുന്നത്. 1 2 and 3 4 5. എന്നിട്ട് നമ്മളെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയും കൂടെ ബാക്കിയുള്ളൂ, പണ്ടാറും. സോ മുട്ട വാങ്ങിക്കേണ്ടത് ഗൈസ്. ആക്ച്വലി മുട്ട വാങ്ങിക്കാൻ ടൈമായി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ 10 മുട്ട അന്നേരം വാങ്ങിച്ചത്. അതിലൊരു 3 ഒരെണ്ണം പൊട്ടിപ്പോയി, ഒരെണ്ണം ഞാൻ ഇന്നലെ തന്നെ പുഴുങ്ങി. സോ ഒരെണ്ണം ഞാൻ ഇന്നലെ തന്നെ പുഴുങ്ങി. സോ ഈ സാധനം ഞാൻ ഇന്നലെ വാങ്ങിച്ചിട്ടുള്ളൂ. അതിൽ ഞാൻ ഒരു മണ്ടത്തരം കാണിച്ചു, എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ 5 മുട്ടയ്ക്ക് നമുക്ക് ഇവർ റെക്കമെൻഡ് ചെയ്യുന്നത് ഫുൾ ബോയിൽ ആവാനാണെന്നുണ്ടെങ്കിൽ 70 ml അങ്ങനെ എന്തോ പറയുന്നത്. സോ നമുക്ക് എന്താണെന്നുണ്ടെങ്കിലും വെള്ളം ഒന്ന് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. 50 ml. ഒരു 20 ml കൂടെ ഒഴിച്ചാൽ മതി എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്നലെ ഞാൻ ഒരു മുട്ട പുഴുങ്ങാൻ വേണ്ടി 70 ml ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് പോരാ എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് ഞാൻ ഒരു 40 ml കൂടെ അങ്ങ് ഒഴിക്കുകയാണ്. സോ 50 + 40 എത്രയാണ്? 110 ml. ഇതും പോരാതെ എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടെ ഒഴിച്ചാലും നമുക്കൊരു 20 ml കൂടെ ഒഴിച്ചു കൊടുക്കാം. സോ 50 + 40 + 20 130 ml. 130 മില്ലി വെള്ളമാണ് നമ്മൾ ഒഴിച്ചത്. ഇന്നലെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാത്രം കണ്ടില്ലേ നിങ്ങൾ, ഈ ഒരു പാത്രത്തിനകത്താണ് നോർമലി നമ്മൾ മുട്ടയിട്ട് തണുപ്പിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു അതിനാണ് ഇവർ ഈ പാത്രം തന്നിട്ടുള്ളത്. അല്ലാണ്ട് ഈ പാത്രത്തിന് വേറെ പർപ്പസൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഞാൻ എന്ത് വിചാരിച്ചു, എൻ്റെ ഭയങ്കര ബുദ്ധിയാണല്ലോ, അതുകൊണ്ട് ഞാൻ എന്ത് വിചാരിച്ചു, ഇതിങ്ങനെ തുറന്നു വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു കൊള്ളാം, ഇതിൻ്റെ ഈ അടപ്പില്ലേ, ഈ അടപ്പ്, ഈ സാധനം ഇത് ഞാൻ വെച്ചാൽ കൊള്ളാമല്ലോ, നമുക്ക് ഇത് വെച്ചിട്ട് പയറ്റി നോക്കിയാലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ എന്താക്കി, ഇതിനകത്തേക്ക് സാധനം വെച്ചു, വെള്ളം ഒഴിച്ചു. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, അതിന് സ്റ്റീം പോകാൻ വേണ്ടി 3 ഓട്ടയുണ്ട്. ആ ഓട്ടയുള്ള കാര്യം ഞാൻ മറന്നുപോയി. അതിനെ ബെഡിൽ മുഴുവൻ വെള്ളമായി. സന്തോഷം. അങ്ങനെ കുറേ മണ്ടത്തരങ്ങൾ കാണിക്കുന്ന ഒരു ചിന്ന മണ്ടനാണ് ഞാൻ. എന്ത് ചെയ്യാം. ഓക്കെ, 2 കൈ ഉപയോഗിക്കേണ്ടി വന്നു ലാസ്റ്റ്. ഈ സാധനം ഞാൻ എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളെ മുട്ട ഇതാണ്. ഒരെണ്ണം ചെറിയ ക്രാക്കൊക്കെ വന്നു. ബട്ട് ദാറ്റ്സ് ഓക്കെ.
സോ യെസ്, റെഡി ഫോർ അനദർ ഡേ. എല്ലാ പരിപാടിയും കഴിയുന്നുണ്ട്. ഡ്രസ്സൊക്കെ മാറി സെറ്റായി, കുളിയൊക്കെ കഴിഞ്ഞു. നമ്മളെ മുട്ട ടേലിയാണ് ഇവിടെ. ഇപ്പോൾ ആ ഗ്ലാസ് മാത്രമേ ഉള്ളൂ, ഗ്ലാസിൻ്റെ ആവശ്യം നമുക്കില്ല, ഗ്ലാസ് നമുക്ക് മാറ്റി വെക്കാം. സോ യെസ്, ഇനി നമ്മൾ നേരെ ഒറ്റ പോക്ക ഓഫീസിലോട്ട്. ബാക്കി നമുക്ക് ശില്പിത ടെക് പാർക്കിൽ വെച്ചിരിക്കണം. നമ്മളങ്ങനെ പാർക്കിംഗ് ലോട്ടിൽ എത്തിയിട്ടുണ്ട്. ഒരു മനുഷ്യനില്ല പാർക്കിംഗ് ലോട്ടിൽ, എം ടി ആണ്, കംപ്ലീറ്റ് എം ടിയാണ്. ഇനിയാണെങ്കിൽ വണ്ടി ഓടിച്ചിട്ട് കണ്ടിലെന്തോ പോയി, ലെഫ്റ്റ് കണ്ടിലെന്തോ പോയിട്ട് ഭയങ്കര വേദന. സമയം ഇപ്പോൾ ഏകദേശം 8:17 ആയിട്ടുള്ളൂ. ഞാൻ ഓൾമോസ്റ്റ് ഓഫീസ് എത്തുമ്പോഴേക്ക് 8:30 ഇന്ന് ഭയങ്കര നേരത്തെയാണ്. ലൈക്ക് 9 മണിക്കാണ് ഓഫീസ് ടൈം. 10 മണിയായിരുന്നു കഴിഞ്ഞ ആഴ്ച, വ്യാഴാഴ്ച മുതൽ. തേഴ്സ്ഡേ മുതൽ ഇവരെന്ത് ചെയ്തു, കുറച്ചും കൂടെ ഡേ ലൈറ്റിന് നിങ്ങൾക്ക് എക്സ്പോഷർ കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് 10 മണി എന്നുള്ള സമയം അവർ 9 മണി ടു 10 to 7 ആയിരുന്നു. അതവർ 9 to 6 ആക്കി മാറ്റി. അപ്പോൾ 6 മണിക്ക് ഇറങ്ങാം. എന്നെ സംബന്ധിച്ചിട്ട് ഗുഡ് ടൈമാണ്. ഞാൻ മോർണിംഗ് നേരത്തെ വരുന്ന ഒരാളാണ്. എനിക്ക് 9 മണിക്ക് വന്ന് 6 മണിക്ക് പോകണമെന്ന് പറയുന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഓഫീസിലൊക്കെ എത്തി, സെറ്റപ്പ് ആയിട്ടൊക്കെ ഉണ്ട്. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വർക്ക്. ആരും എത്തിയിട്ടില്ല കേട്ടോ ഓഫീസിൽ, ഞാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ ഇപ്പം ഇവർ രാവിലെ വന്നിട്ട് AC കാര്യങ്ങളൊക്കെ ഓണാക്കി വെച്ചിട്ടുണ്ട്, ലൈറ്റ്സ് എല്ലാം ഓണാണ്. അല്ലാണ്ട് ഒന്നുമില്ല. ഞാൻ എൻ്റെ ഓഫീസിൽ ലാപ്ടോപ്പ് ഓപ്പൺ ആക്കുകയാണ്, ഇനി അങ്ങോട്ട് വരട്ടെ. എൻ്റെ ഫസ്റ്റ് ഡേ ആണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കോഴിമുട്ട മാത്രം കഴിച്ചു വരുന്നത്. 5 കോഴിമുട്ടയായിരുന്നു നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഐ വാണ്ട് ടു ഈറ്റ് എനിക്ക് എന്തെങ്കിലും കഴിക്കണം, ചായ കുടിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കൂടെ കഴിക്കണം എന്നുള്ളൊരു ഒരു ത്വര വരുന്നുണ്ട് ഉള്ളിൽ. എനിക്കൊന്ന് പ്രോട്ടീൻ മാത്രം കഴിച്ചിട്ട്, മീൻസ് ഫാറ്റ് കൊണ്ട് ഓഫ് കോഴ്സ്, ബട്ട് ആ ഒരു സാധനം വരുന്നത്, അതാണ് നമ്മളുടെ അതിനെയാണ് ക്രേവിങ്സ് എന്ന് വിളിക്കുന്നത്. ഉച്ചത്തെ ചോറ് വന്നിട്ടുണ്ട്, ക്യാൻറ്റീൻ ചോറാണ്. ക്യാൻറ്റീൻ ചോറ് പാലക് ചിക്കനാണെന്നാണ് പറഞ്ഞത്. ഇത് വൈറ്റ് റൈസ് ആൻഡ് സം വെജീസ്. റൈറ്റ്, ഒരു പ്ലെയിൻ ഇങ്ങനെ പോകുന്നുണ്ട് ഗൈസ്, നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പറയുക. സോറി, തേജസ് യുദ്ധവിമാനമാണ് പോകുന്നത്. തേജസ് യുദ്ധവിമാനം. ഈ വീഡിയോ തേജസ് യുദ്ധവിമാനം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ലാൻഡ് ചെയ്ത് ഇന്നലത്തെ ഇറങ്ങി കേട്ടോ. ഓക്കെ, അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ എനിക്ക് കാര്യമായിട്ട് കുക്കിംഗ് ഐറ്റംസ് ഒന്നുമില്ല. ഐ മീൻ PG ആണ്, അതുകൊണ്ട് തന്നെ ഇവർ കുക്ക് ചെയ്യാൻ അങ്ങനെ സമ്മതിക്കൊന്നുമില്ല. സോ ഞാനിങ്ങനെ റെയറായിട്ട് ഇപ്പോൾ തന്നെ വയറ്റ് കുത്തി കയറിയാണ് പണ്ടാരം. ഞാനിങ്ങനെ കത്തിയൊക്കെ എടുത്തിട്ട് ചിക്കൻ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. റൂമിൽ നിന്ന് കുറച്ച് മാരിനേറ്റൊക്കെ ചെയ്തിട്ട് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ആക്ച്വലി ഈ റൂമിൽ കുക്കിംഗ് അലൗഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. എന്നോട് ജോയിൻ ചെയ്യുന്ന സമയത്ത് കുക്കിങ്ങിൻ്റെ കേസൊന്നും അവർ പറഞ്ഞിട്ടില്ല. അറിയാത്തതുകൊണ്ടൊന്നും എനിക്കറിയില്ല. അറിയാത്തതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അവർ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ഇത് നിങ്ങൾ ആദ്യമേ പറയേണ്ടായിരുന്നു, കുക്കിംഗ് അലൗഡ് അല്ല, എല്ലാ പേജിലും കുക്കിംഗ് അലൗഡ് ആണല്ലോ. ഇവിടുത്തെ ഭക്ഷണമൊന്നും എനിക്ക് പിടിക്കുന്നില്ല. സോ നമ്മളൊന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് കുറച്ച് ചിക്കനാണ്. ഇത് ഇവന്മാർ കാണാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ മൊത്തം ആൾക്കാരാണ്. എനിക്ക് സ്വന്തമായിട്ടൊരു വാഷ്റൂമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പൊളിച്ചാനായിരുന്നു, പക്ഷെ അതില്ല. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇതിൻ്റെ ഈ സാധനമുണ്ടല്ലോ, ഇതാണ് ടൈമർ. ഇത് ഞാൻ 30 മിനിറ്റ് വെച്ചതായിരുന്നു, 30 അല്ല 28 എന്തോ വെച്ചതായിരുന്നു. അത് തിരിയുന്നുണ്ട്, ലൈക്ക് അത് ഓട്ടോമാറ്റിക്കലി ഓരോ മിനിറ്റ് കഴിയുമ്പോഴും ടിക്ക് ടിക്ക് എന്ന് പറഞ്ഞൊരു സൗണ്ട് വന്നിട്ട് ആ സാധനം തിരിയുന്നുണ്ട്. ഇതിനി 0 എത്തണം. 0 എത്തിക്കഴിയുമ്പോഴേ നമുക്കിനി 10 മിനിറ്റ് കൂടെ ഉണ്ട് ബാക്കി. ഓക്കെ, ഇനിയാണ് മൊമെൻ്റ് ഓഫ് വണ്ടർ. നമ്മൾ അരമണിക്കൂറോളം കാത്തിരുന്നിട്ട് ഇത് എന്താ സംഭവം എന്നുള്ളത് അറിയണ്ടേ. ഇരുന്നില്ലത് കണ്ടോ? ഓക്കെ, ഓ മാൻ, സാധനം കണ്ടിട്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ആ ചീസ് അങ്ങോട്ട് ഇറങ്ങിയിട്ടേ സെറ്റായിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം, ഞാൻ പോയിട്ട് ചപ്പാത്തി എടുത്തിട്ട് വരാം, നമുക്ക് ഇത് കൂടെ ഒന്ന് കഴിച്ച് നോക്കാം. ഓക്കെ, ആ സാധനം അങ്ങനെ തന്നെ അങ്ങ് എടുത്ത് വെച്ചു, കാരണം ഇതിനകത്ത് നല്ല ജ്യൂസി ബട്ടർ ഉണ്ട്.
ബട്ടർ കളയണ്ട, ബട്ടർ ഗുഡ് ഫാറ്റ് അല്ലേ. സോ ഞാൻ വിചാരിച്ചു ലൈക്ക് എനിക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇത് മുഴുവൻ ഞാൻ എടുത്തിങ്ങോട്ടേ കിട്ടുന്നില്ല ഇപ്പം. ഫസ്റ്റ് നമുക്ക് ചിക്കൻ എങ്ങനെയുണ്ടെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ കട്ട് ചെയ്യും, എന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് കഴിക്കും. ചിക്കൻ വെന്തോ ഇല്ലയോ എന്നുള്ളത് അറിയാമല്ലോ. ഇറ്റ്സ് ടു ഹോട്ട് ബട്ട് യാ. ഓ വെന്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ സെറ്റാണ്. സംഗതി അടിപൊളിയാണ്. ചിക്കൻ പൊളി തന്നെയാണ്, സംശയമൊന്നുമില്ല. സെറ്റ് ചിക്കനാണ്, വേവും കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. എനിക്ക് തോന്നുന്നു 1 മിനിറ്റ് കൂടെ ഒന്ന് വെന്തുണ്ടായിരുന്നെങ്കിൽ എന്താ പറയുക, ഭയങ്കര ഇങ്ങനെ പൊളിഞ്ഞു വരുമായിരുന്നു. ഇത് പൊളിഞ്ഞു വരുന്നില്ല എന്നുള്ളതല്ല, പൊളിഞ്ഞു വരുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നുകൂടെ ഒരു പൊടിക്കൊന്ന് സെറ്റാവേണ്ടത് തോന്നുന്നുണ്ട്. പക്ഷേ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഭാവിയിൽ കാണാൻ. ബൈ.